പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക റെയ്ഡെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് SDPI നേതൃത്വം. കോട്ടയം ജില്ലയിലെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ മാത്രമാണ് ED പരിശോധന നടന്നത്. ആ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. പാലക്കാട്ട് നടന്ന റെയ്ഡ് SDPIയുമായി ബന്ധമില്ലാത്ത പ്രവാസി വ്യവസായിയുടെ വീട്ടിലാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അപലപനീയമെന്നും SDPI നേതാക്കൾ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, ഇന്നിപ്പോൾ ED പാലക്കാട്ടടക്കം എന്തിനാണ്, ആരുടെ കാര്യത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയത്? എന്താണ് സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ, ഈ സംസ്ഥാന വ്യാപകമായിട്ട് SDPIയുടെ കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് എന്ന വാർത്തയാണ് പ്രചരിച്ചത്. പക്ഷേ ആ വാർത്ത അടിസ്ഥാനരഹിതമെന്നാണ് അവരുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള AM താഹിർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. കോട്ടയത്തുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിൽ മാത്രമാണ് ED പരിശോധന നടത്തിയത്. പാലക്കാട് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് അത് ഒരു പ്രവാസിയുടെ വീട്ടിലുള്ള റെയ്ഡാണ്. ആ പ്രവാസിയുമായിട്ട് SDPIക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് SDPI പറയുകയാണ്. മാത്രമല്ല, ഈ കോട്ടയത്തുള്ള SDPI പ്രവർത്തകന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും SDPI നേതൃത്വം ഇപ്പോൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണത്തിലൂടെ EDയുടെ പ്രവർത്തനങ്ങളെ ദുരൂഹത സംബന്ധിച്ച് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ED ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള റെയ്ഡുകൾ അതെല്ലാം കൃത്യമായിട്ടുള്ള ഈ തെളിവിന്റെ ഭാഗം തന്നെ എന്നാണ് SDPI പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമം അപലപനീയമാണെന്നും SDPI അവരുടെ വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ശരി സനൂപ്.